Hi all, welcome back to Click. അപ്പോൾ നമ്മുടെ 14 days dual lab with Click for Industries Extension Officer exam is going on. Today is the third day. അപ്പോൾ മൂന്നാമത്തെ ദിവസം കഴിയുന്നതോടുകൂടെ നമ്മുടെ പക്കൽ ഉണ്ടാവേണ്ടത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ കേസിൽ നമ്മൾ കാൽക്കുലസിലെ ഒരു പോർഷൻ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി സെക്കൻഡ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും കംപ്ലീറ്റഡ് ആയിരിക്കണം. ദെൻ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഇൻ വിച്ച് നമ്മൾ സിമന്റ് ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ പോളിമേഴ്സ്, പോളിമേഴ്സ് ആക്ച്വലി 2 പാർട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡേ 3യിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡേ ആണ് പാർട്ട് 2 നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളതുള്ളൂ. ദെൻ ഡേ 3യിലെ റിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറക്കാതെ ചെയ്യുക. അതായത് മെട്രിക്സ് ഓൾജിബ്ര, ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഫൈബർ ഒപ്റ്റിക്സ്, ഫോട്ടോണിക്സ്, അതിനകത്തെ ലീഡിങ് സോളാർ സെല്ലും, ദെൻ നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനും സിന്തസിസും. അപ്പൊ 3 സബ്ജക്ട്സിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ ഡേ 3യില് 1 മണിക്കൂറെങ്കിലും കൊണ്ട് ചെയ്ത് തീർക്കേണ്ടത്. അപ്പൊ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ പറയാണ്, നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഓരോ സബ്ജക്റ്റിന്റെയും എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അപ്പൊ റിവിഷന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഡേ 3 ഇന്ന് അവസാനിക്കും അല്ലേ? ഇനി ഡേ 4ലോട്ട് കടക്കുമ്പോൾ എന്തെല്ലാം കണ്ടന്റ്സ് കവർ ചെയ്യണമെന്നുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഡേ 4 ഓഫ് 14 ഡേയ്സ് ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക്, അതിനകത്ത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ ഡേ 4ഓട് കൂടി നാളത്തോടെ അവസാനിപ്പിക്കണം. അതായത് കാൽക്കുലസിന്റെ സെക്കൻഡ് പാർട്ട്. അത് ഏകദേശം ഒരു 30 മിനിറ്റ്സ് വരുന്ന ഒരു വീഡിയോ ആണ്. എന്താ പറയാ, നിങ്ങൾ 1 മണിക്കൂർ എടുത്തിട്ടാണെങ്കിലും എന്താ പറയാ, നിങ്ങൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി, അങ്ങനെ ആവുമ്പോഴും നിങ്ങൾക്ക് 1 മണിക്കൂറിൽ കാൽക്കുലസ് നിങ്ങളുടെ തീരും. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഓൾറെഡി നമ്മുടെ തീർന്നു, ഇന്നത്തോടെ തീരണം കേട്ടോ. അതവിടെ വെച്ചേക്ക. എങ്ങനെ? റിവിഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ട്. ഓക്കെ, റിവിഷൻ എന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലേക്ക് കടക്കുവാണെങ്കിലോ, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുന്നതിന്റെ സിലബസ് വളരെ ഹ്യൂജ് ആണ്. 3 മൊഡ്യൂൾസേ ഉള്ളൂ എങ്കിലും ഫിസിക്സിനെ പോലെയല്ല, കുറച്ചധികം കണ്ടന്റ്സ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ന് പോളിമേഴ്സിന്റെ ഫസ്റ്റ് പാർട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ നാളെ പോളിമേഴ്സ് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒരു 10-25 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന ഒരു വീഡിയോ ലെക്ചർ ചാനലിനകത്തുണ്ട്. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പോളിമേഴ്സിന്റെ പാർട്ട് 2ഓട് കൂടെ എന്ത് ചെയ്യാണ് നമ്മള് മൊഡ്യൂൾ 1 ഏതിന്റെ കെമിസ്ട്രിയുടെ നാളത്തോടെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നിങ്ങൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യണം ഇതിന്റെ കെമിസ്ട്രിയുടെ തന്നെ. അതിനകത്ത് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് തെർമൽ അനാലിസിസ് ആണ്. അതിന്റെ പ്രിൻസിപ്പിളും ആപ്ലിക്കേഷൻസും ഒക്കെ നോക്കണം. ഇതിന്റെ TGN'ന്റെയും അതുപോലെ തന്നെ DTA'ന്റെയും ഒക്കെ. അത് അപ്രോക്സിമേറ്റ്ലി ഒരു ലെസ് ദാൻ 10 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ആണ്. ഈസിലി നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ തന്നെ ക്രൊമാറ്റോഗ്രഫിയും സെമ്മും, അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അതും നമ്മൾ 4th ഡേയില് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അതിന്റെയും വീഡിയോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ്സ് പോലും വരുന്നില്ല, ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം കൂടെ കൂട്ടിയാൽ പോലും. ഓക്കെ, അപ്പൊ സെമ്മ് വരെയുള്ളത് നമുക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി നമ്മള് നാളത്തെ ദിവസം ചെയ്യേണ്ട മാൻഡേറ്ററി റിവിഷൻസ് ഉണ്ട്. ഇന്നലെയും നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നേക്ക് ചെയ്യേണ്ട റിവിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. നാളെ ചെയ്യേണ്ട മാൻഡേറ്ററി റിവിഷൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂള്, അതായത് ലീനിയർ ഓൾജിബ്ര, അതിലെ മെട്രിക്സ് ഓൾജിബ്ര നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അത് അഗെയിൻ നാളെ റിവൈസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 2-3-5-7 എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ
ഫോളോ ചെയ്യുന്നത്. മെട്രിക്സ് അൾജിബ്ര പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് നമ്മൾ മെട്രിക്സ് ആൾജിബ്ര ഒരു തവണ റിവൈസ് ചെയ്യുന്നു. നാളെ പിന്നെയും ഒരു തവണ റിവൈസ് ചെയ്യണം, കാരണം നാളെയാണ് തേർഡ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, റോ എക്ലോൺ ഫോം, റാങ്ക് ഓഫ് മെട്രിക്സ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റംസ്, ഈഗൺ വാല്യൂസ് ആൻഡ് ഈഗൺ വെക്ടേഴ്സ്. അങ്ങനെ മൊഡ്യൂൾ 1 മൊത്തത്തില് റിവൈസ് ചെയ്യണം. ഓക്കെ, ഇനി എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ മൊഡ്യൂൾ 1 ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. നാളെയാണെങ്കിൽ മൊഡ്യൂൾ 1ഉം അതുപോലെ തന്നെ മൊഡ്യൂൾ 2 അതിനകത്ത് വരുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന പോർഷൻ, സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് പോർഷനും അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂൾ ഫിസിക്സിന്റെതും ഇന്നാണ് തീർക്കേണ്ടത്. സോ സെമി കണ്ടക്ടേഴ്സ് മാത്രമാണ് നാളെ നിങ്ങൾ മാൻഡേറ്ററിലി റിവൈസ് ചെയ്യേണ്ടതുള്ളൂ. എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ കാര്യത്തില് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാനോ മെറ്റീരിയൽസ്, അതായത് അതിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ സിന്തസിസും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിവൈസ് ചെയ്യാനായിട്ട്. അത് ഇന്നും റിവൈസ് ചെയ്യണം, നാളെയും റിവൈസ് ചെയ്യണം, 4th ഡേയും നമ്മൾ റിവൈസ് ചെയ്യണം. 4th ഡേ ഈ പറയുന്ന നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനും സിന്തസിസും കൂടാതെ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, നമുക്ക് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ആക്ച്വലി ഞാനൊരു സ്റ്റഡി പ്ലാൻ അങ്ങ് ഒരു 14 ഡേയ്സിൻ്റെത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഒരു മാൻഡേറ്ററി റിവിഷനും ഒരു ഓപ്ഷണൽ റിവിഷനും എന്നുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ടോപ്പിക്സും മിനിമം ഒരു 2 or 3 നമ്മുടെ റിവിഷൻ കഴിയും. ഓക്കെ, അപ്പോ എല്ലാവരും ഈ പറയുന്ന ആ ഒരു കണ്ടന്റ്സ് എല്ലാം അതാത് ദിവസങ്ങളിൽ പഠിച്ചു തീർക്കാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങ് എന്താ പറയാ എല്ലാം കവർ ചെയ്ത് ഒന്ന് മനസ്സമാധാനമായിട്ട് റിവൈസ് ചെയ്യുക എന്ന പ്രോസസ്സിലേക്ക് മാത്രം നമ്മൾ കടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ 9th ഡേയോട് കൂടെ നമ്മുടെ എല്ലാ കണ്ടന്റ്സും സിംഗിൾ ടൈം നമ്മൾ കണ്ടു കഴിയും. 10th ഡേ ഓൺവാർഡ്സ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, റിവിഷൻ ഓൺലി. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോരുത്തരുടെയും അപ്രോച്ച് ടു സ്റ്റഡി എന്ന് പറയുന്നത്, അപ്രോച്ച് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ആ ടൈമിൽ ഏത് ടോപ്പിക് പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കുട്ടികൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ഈ പ്ലാൻ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എസ്റ്റാബ്ലിഷ് ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കാപ്പബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റഡി മെറ്റീരിയൽസ് ഇനിയും വാങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പെൻഡിങ് ഉണ്ട് ഇനി വേണം എന്നുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ചാനലും ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ രണ്ടിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുകൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 4ാമത്തെ ദിവസം കവർ ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടന്റ്സ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിന്റെ വീഡിയോസ് ഏതൊക്കെയാണ് എന്നുള്ള ലിങ്ക് ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പ്ലസ് റിവിഷൻ, മാൻഡേറ്ററി റിവിഷന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളത്, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഏതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കൈവശം ഇരിക്കുന്ന സൂപ്പർ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സോ കോൾഡ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ സോ കോൾഡ് റിവിഷൻ നോട്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തില് കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഡേ 10 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഫേസ് പോലെയാണ്, ഇതിനകത്ത് ഒരു സെക്കൻഡ് ലാപ്പ് പോലെയാണ് നമ്മുടെ ഈ പ്ലാനിനനുസരിച്ച്. അതായത് ഡേ 10 ഓൺവേർഡ്സ് നമുക്ക് റിവിഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് മാൻഡേറ്ററി റിവിഷനും വരും, അതുപോലെ തന്നെ ഓപ്ഷണൽ റിവിഷനും വരുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് ഡേ 9 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, സോ ദാറ്റ് യു ക്യാൻ ഫോളോ ദാറ്റ് ഇൻ ഡേ 10. ഓക്കെ, അപ്പോ ആസ് യൂഷ്വൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.